ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. കാലത്ത് കിച്ചണിൽ കയറിയാൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചായ തന്നെയാണ്. ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഉഷാറും ഉന്മേഷവും ഒന്നും ബാക്കിയൊന്നിലും കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല. ചായ അത്ര നല്ലതൊന്നും അല്ലെന്ന് അറിയാം, എന്നാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ചായ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കപ്പ് ചായയായിട്ട് പുറത്ത് വന്ന് നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ലൈമറ്റ് തന്നെയാണ് കാലത്ത് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. മോളാണെങ്കിൽ മദ്രസയിൽ പോയിട്ടുണ്ട്. അവൾക്കുള്ള ചായയൊക്കെ കൊടുത്ത് മോളെ മദ്രസയിലേക്ക് വിട്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. അങ്ങനെ പുറത്തെ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിന്നാൽ പറ്റില്ലല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് വെച്ചിട്ടുള്ളത്. ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പി വേണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ടൈം റെസിപ്പി ഉറപ്പായാലും എടുക്കാം. ഈ ഒരു കമൻറ്റ് കാണുന്നതിന് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ വലിയ ജീരകം ചേർത്താണ് അരച്ചെടുക്കാറ്. കുക്കറിലായിട്ട് ഗ്രീൻ പീസ് കറിയും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയിലേക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. സവോള വേണമെന്നുള്ളവർക്ക് എടുക്കാം. പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പൊടികളിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷമാണ് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പൊടികളും തേങ്ങയും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ദോശയാണ് റെഡിയാക്കുന്നത്. തലേന്ന് തന്നെ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ കാലത്തുള്ള പണികൾ എളുപ്പപ്പണി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെക്കൽ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ എനിക്ക് വലിയ ബർണറിൽ വെച്ചാൽ മാത്രമേ ദോശ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കറി വെച്ച കുക്കർ അപ്പുറത്തെ ബർണറിലേക്ക് മാറ്റിയത്. കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നപ്പോൾ താളിച്ചു കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി കുഞ്ഞു ഫാമിലി ആയിരുന്നു. ഇപ്പോൾ അത് വലുതായി നമുക്കൊരു 1K എബോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇക്കാക്കുള്ള കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ തന്നെ ചോറിനുള്ള അരിയൊക്കെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മോള് മദ്രസ വിട്ട് വന്ന് സ്കൂളിലേക്ക് റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെ വാൻ വരാനായിട്ട് സമയമായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഇന്നിപ്പോൾ കുറച്ച് എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ പണികൾ പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മിസ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.